രാധേ രാധേ, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു ആശ്വാസം ലഭിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു പോയതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഇപ്പോഴുമെങ്കിൽ നിങ്ങൾക്കൊരു വല്ലാത്ത ആശ്വാസം കിട്ടും. പ്രത്യേകിച്ചും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് മക്കൾ മരിച്ചു പോകുന്നതാണ്. മക്കൾ മരിച്ചുപോയി അതിൻ്റെ ദുഃഖം താങ്ങാൻ പറ്റാതെ ഒരുപാട് അമ്മമാർ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒരു വലിയ ആശ്വാസമായിരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാവരും ആത്മാവെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സത്യമാണോ? അങ്ങനെ ഒന്നുണ്ടോ? ഇല്ലേ? ചിലർ പറയും ആത്മാവുമായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയും. പ്രശസ്ത എഴുത്തുകാരനായ ആർ കെ നാരായൺ മരിച്ചുപോയ തൻ്റെ ഭാര്യയുമായി, അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് ആലോചിച്ച് നോക്കിക്കോളണേ, മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെ ആത്മാവുമായി സംസാരിച്ചതിനെ കുറിച്ച് അദ്ദേഹം അതൊരു നോവലായി തന്നെ എഴുതിയിട്ടുണ്ട്. ദ ഇംഗ്ലീഷ് ടീച്ചർ എന്നാണ് ആ പുസ്തകം. ഓർമ്മ വേണം, ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ആരാണ്? ആർ കെ നാരായണനാണ് അത് എഴുതിയിട്ടുള്ളത്. ഇത് മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ പോകട്ടെ, ഞാൻ ഇവിടെ എൻ്റെ സ്വന്തം അനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ തിരുവണ്ണാമലയിൽ പോയി. അപ്പോൾ തിരുവണ്ണാമല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇന്ത്യയിലെ കൈലാസമാണ് ആരെന്ന് പറയുന്നത്? തിരുവണ്ണാമല എന്ന് പറയുന്നത്. അപ്പം ഞാൻ തിരുവണ്ണാമലയിൽ പോയി. അപ്പോൾ നമുക്കതുകൊണ്ട് ഞാൻ നേരത്തെ അവിടെ എത്തി. അപ്പോൾ ഇത് ആ വാതിൽ തുറക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരു തള്ളുണ്ടല്ലോ. അപ്പം നമ്മൾ ആ തള്ളിനകത്തങ്ങ് അകത്ത് വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ, എൻ്റെ ബാക്കിൽ ഒരു പുരുഷൻ, ഇവരുടെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പുരുഷനോട് ചോദിച്ചു, നിങ്ങൾ ബന്ധുക്കളാണോ പരിചയക്കാരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോഴും പിന്നെ നിങ്ങൾ നിൽക്ക്. അപ്പം ഞാൻ പുറകോട്ട് മാറിക്കൊടുത്തു. അയാൾ മുമ്പിലോട്ട് വന്നു. അവിടെ വെച്ച ആ പരിചയം ഞങ്ങൾ തമ്മിൽ ആരംഭിച്ചു. അയാളുണ്ട്, ഭാര്യയുണ്ട്, അവരുടെ കൂടെ അയാളുടെ ഒരു മോളുണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര ക്യൂ ആണ്. അപ്പം നട അല്പനേരം പൂജയ്ക്ക് വേണ്ടി അടച്ചിടുന്ന സമയമുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? അതോടുകൂടി ഞങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ തുടങ്ങി. എന്താണ് ഏതാണ് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യൂ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ നല്ല ഒരു ബന്ധമായി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോൾ അയാൾ പറഞ്ഞു അതിലൊന്നും ആവശ്യമില്ല, ഭക്ഷണം നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇല്ല, വാ നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ രണ്ടും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. അവിടെ വെച്ചാണ് ശരിക്കും ഞാൻ ഇയാളുടെ പ്രൊഫഷൻ എന്തെന്ന് ചോദിക്കുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾ അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു ഞാൻ ഒരു ഈ ആത്മാക്കളുമായിട്ടുള്ള ഒരു സോൾ റീഡറാണ്. അപ്പം ഞാൻ പറഞ്ഞു സോൾ റീഡറാണോ? അതെ, ഞാനൊരു സോൾ റീഡറാണ്. പിന്നെ ചിലരൊക്കെ അത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല സാറേ, അത് സത്യമാണ്, സോൾ റീഡറാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മരിച്ചുപോയവരുടെ ആത്മാവുമായി സംസാരിക്കാൻ പറ്റുമോ? അപ്പം അയാൾ എന്നോട് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മരിക്കുമ്പോൾ തന്നെ, അതായത് നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന്, ഒരുപാട് പുണ്യം ചെയ്തവർ. 2, കൊടും പാപികൾ. അപ്പോൾ ഒരുപാട് പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ മരിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ആ പുണ്യം അനുഭവിക്കേണ്ട ലോകത്തേക്ക് പോകും. കൊടും പാപികൾ ആ വേദന അനുഭവിക്കേണ്ട ലോകത്തേക്ക് പോകും. ഈ 2 കൂട്ടരുമായിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവരുമായിട്ടും സംസാരിക്കാം. ഇതിന് നടുക്കുള്ളവരുണ്ട് സാറേ. അവർ മരിച്ചാൽ ആ നിമിഷം തന്നെ അവരെന്ത് ചെയ്യുകയാണ്? ജനിക്കുകയാണ് ചെയ്യുന്നത്. അവരുമായി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കൂ, എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മുമ്മ മരിച്ചുപോയി. എനിക്ക് എൻ്റെ അമ്മുമ്മയുടെ ആത്മാവുമായിട്ട് സംസാരിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക്
ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എൻ്റെ അമ്മൂമ്മയുമായിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയേക്കാൾ കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് എനിക്ക് എൻ്റെ അമ്മൂമ്മയോടാണ്. എൻ്റെ ഈ കഥകൾ അതൊക്കെ എനിക്ക് അമ്മൂമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്കതൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പം അന്ന് എനിക്ക് ഇത്രയും വലിയ പക്വതയൊന്നുമില്ല, ഇങ്ങനെ ആത്മീയമായ അറിവുകളോ അങ്ങനെ വലിയ അറിവുകളൊന്നും ഉള്ള ഒരു കാലഘട്ടമല്ല എൻ്റെത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മൂമ്മയുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അമ്മൂമ്മ ആ പുണ്യം കിട്ടിയ ലോകത്താണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു സാറിന് എന്നാ തിരിച്ചു പോകേണ്ടത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് രാത്രിത്തെ വണ്ടിക്കാണ് തിരിച്ചു പോകേണ്ടത്. പക്ഷേ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു ഇല്ല എനിക്ക് നാളെ പോയാൽ മതി. എന്നാ സാർ എൻ്റെ കൂടെ വന്നു. അപ്പോൾ വഴിയിൽ നിർത്തി ഒരു പുതിയ മുണ്ടൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാനൊരു പുതിയ മുണ്ടും ഇതൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറ് കുളിച്ച് റെഡിയായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാറ് പുറത്ത് നിൽക്കുക, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് ധ്യാനിച്ച് ഞാനിത് വരുത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് കഴിയുമ്പോൾ പുറത്ത് ഞാനൊരു ബെല്ലടിക്കും, അത് കേൾക്കുമ്പോൾ സാർ അകത്തേക്ക് വരിക, ഞാനങ്ങ് പോകും, നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ സംസാരിക്കാം. മറുപടി ഇല്ലാതെ വന്നാൽ അതിൻ്റെ അർത്ഥം അവർ തിരിച്ചു പോയെന്നാണ് അർത്ഥം. അപ്പം എനിക്കൊരു ഭയങ്കരമായ ഒരു ആങ്സൈറ്റി ആയി. അപ്പം ഞാൻ അവിടെ പോയി, ഞാനിതുപോലെ പുറത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കോളിന് പകരം ബെല്ല് വന്നു. അപ്പം ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യരങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ശരിക്കും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു, അമ്മാമ്മ എന്ന് ഞാൻ വിളിച്ചു, പാട്ടി അമ്മമ്മ എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഈ ബോക്സ് വെച്ചേക്കുമല്ലോ, അതിനകത്തോടെ ഇങ്ങനെ ഈ നായകന്മാരുടെ ശബ്ദം വരുമല്ലോ, അതുപോലെയാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് അമ്മമ്മയുടെ ശബ്ദം. എന്താ മോൻ എന്തിനാ അമ്മാമ്മയെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനങ്ങ് പെട്ടുപോയി. കാരണം എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വിളിച്ചു വരുത്തിയത്, അപ്പം അമ്മമ്മ വരുമ്പോൾ എന്തൊക്കെ ചോദിക്കണം, ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ആങ്സൈറ്റിയിൽ അതങ്ങ് വിട്ടുപോയി. പെട്ടെന്ന് അമ്മമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മമ്മ, എനിക്ക് അമ്മമ്മയുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. അപ്പം അമ്മാമ്മ പറഞ്ഞു നോക്കൂ മോനെ, അമ്മാമ്മയ്ക്ക് മോക്ഷം കിട്ടി അമ്മാമ്മ വൈകുണ്ഠത്താണ്. അപ്പം അമ്മാമ്മയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല. കാരണം ഭഗവാൻ എന്നും മാല ചാർത്തി ഭഗവാൻ ആഹാരം കൊടുത്തിട്ടേ അമ്മാമ്മ കഴിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി എന്നാണ് അമ്മാമ്മ പറയുന്നത്. ഉച്ചയ്ക്കും അതേ കണക്ക് തന്നെ ഇലയിൽ ഭഗവാന് സദ്യ വിളമ്പും. സദ്യ വിളമ്പിയതിന് ശേഷം ഭഗവാനെ കൊണ്ടത് മന്ത്രം ചൊല്ലി കഴിപ്പിക്കും. അതിനുശേഷം മാത്രമേ എൻ്റെ അമ്മാമ്മ കഴിക്കൂ. ഞങ്ങൾ എവിടെ പോകാൻ വിളിച്ചാലും അമ്മാമ്മ വരില്ല. ദ്വാരകയിൽ പോകാൻ വിളിച്ചാലോ ഏത് ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചാലോ വരില്ല. അമ്മാമ്മ പറയുന്ന കാര്യം, ഞാൻ നിങ്ങളെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാൻ ആര് ഭക്ഷണം കൊടുക്കും? ഭഗവാനെ വിശന്നിരുത്തിയിട്ട് എനിക്കൊരു ക്ഷേത്രത്തിലും കൊണ്ട ഇവിടുണ്ട് എൻ്റെ ആള്. ഞങ്ങൾ എത്ര ക്ഷണിച്ചാലും ഒരു മഹാക്ഷേത്രത്തിലും അമ്മാമ്മ വരില്ല. അമ്മമ്മ പറയുന്നത് എൻ്റെ ഭഗവാൻ അന്നം കൊടുക്കാൻ ആളില്ല. അപ്പം ഞാൻ പറയും അമ്മേ, ഞാൻ അതിനൊരാളിനെ നമുക്ക് ഏർപ്പെടുത്താം അന്നം കൊടുക്കാൻ. അപ്പോൾ പറയുകയാണ് ഞാൻ കൊടുക്കുന്നത് പോലെ എൻ്റെ ഭഗവാന് തൃപ്തി വരില്ല, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ പറയുന്നതാണ് അമ്മാമ്മ. അപ്പം അമ്മാമ്മയ്ക്ക് വൈകുണ്ഠത്ത് പോയി എന്ന് പറയുന്നത് എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. അപ്പോൾ പറഞ്ഞു മോനെ അമ്മാമ്മ വൈകുണ്ഠത്താണ്, മോൻ എന്തിനാണ് അമ്മാമ്മയെ വിളിച്ചു വരുത്തിയത്? അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അമ്മാമ്മയുമായി സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു മോനെ ഇനി അമ്മാമ്മയെ വിളിച്ചു വരുത്തരുത്, കാരണം അങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ നമുക്ക് അല്പം വേദന അനുഭവിക്കും. എന്നിട്ട് അമ്മാമ്മ എന്നോട് പറഞ്ഞു മോൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അമ്മാമ്മ വരുന്നുണ്ടല്ലോ മോൻ്റെ അടുത്ത്. സത്യമാണ്, അമ്മാമ്മയെ എപ്പോൾ സ്വപ്നം കണ്ടാലും വിചാരിച്ചോളണം എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് 1-2 വട്ടം എനിക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അമ്മാമ്മയെ സ്വപ്നം കാണുന്നതിൻ്റെ അന്ന് സത്യത്തിൽ വളരെ സൂക്ഷിച്ചേ ഞാൻ ആളുകളുമായി ഇടപെടാറുള്ളൂ. എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരുമ്പോഴാണ് ഈ അമ്മാമ്മ വരുന്നത്. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു മോനെ ഇനി മോൻ അമ്മാമ്മയെ വിളിച്ചു വരുത്തരുത്. എന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ഒരു കാര്യം, അമ്മാമ്മയുടെ ശബ്ദം മോന് കേൾക്കണമെന്നുള്ളപ്പോൾ അമ്മാമ്മയുടെ കാൽപ്പെട്ടിക്കകത്ത് മോഹനൻ എന്നെ കൊണ്ട് പാടിച്ചൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്,
അത് മോൻ എടുത്ത് കേട്ടോ. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്, അയാളുടെ പേരൊട്ടടി നിങ്ങളുള്ളതാണെന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു പുതിയ അറിവാണ്. സാധാരണഗതിയിൽ എന്തുണ്ടെങ്കിലും അമ്മാമ്മ എന്നോട് പറയുന്നതാണ്. പക്ഷെ ഈ ഒരു കാര്യം എങ്ങനെയോ അമ്മാമ്മ വിട്ടുപോയതാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അത് കേട്ടോ, ഇനി മോൻ അമ്മാമ്മയെ വിളിക്കരുത്. മോൻ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ സമയമാകുമ്പോൾ അമ്മാമ്മ വരും. മോൻ ഒരുപാട് കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മോൻ അമ്മാമ്മയെ വിളിച്ചു വരുത്തരുത് എന്ന് പറഞ്ഞു. പിന്നെ യാതൊരു ശബ്ദവും ഇല്ല, പൂർണ്ണ നിശബ്ദത. പിന്നെ ഞാനൊരു 5-6 തവണ അമ്മാമ്മ എന്ന് വിളിച്ചിട്ടും അനക്കമില്ല. എന്ന് പറഞ്ഞാൽ അത് പൊയ്ക്കഴിഞ്ഞു എന്നറിയാം. ഞാൻ എൻ്റെ അമ്മാമ്മയുടെ ആത്മാവുമായി സംസാരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ നിമിഷം തൊട്ട് മരണഭയം എന്നത് എന്നിൽ നിന്നില്ലാതായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യം പറഞ്ഞാൽ നമ്മൾ പലരും പറയും എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പോകും, ആത്മാവിന് മരണമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അതിനെ അഗ്നിക്ക് വരട്ടാൻ കഴിയില്ല, കാറ്റിന് ജലത്തിന് നനയ്ക്കാൻ കഴിയില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല, കാറ്റിന് വരട്ടാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ഒരു തിയറിയാണ്. ഇത് കേട്ടാലും നമ്മുടെ മനസ്സിൽ ഏതുണ്ടാകും? മരണഭയം ഉണ്ടാകും. നിങ്ങളോട് ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അതെൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കത് വിശ്വസിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കള്ളം പറയുന്നു നിങ്ങൾക്ക് പറയാം, എന്തും നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇതെനിക്ക് പറയണമെന്ന് തോന്നിയത് ഇപ്പം ഈ സമീപകാലത്തായിട്ട് കുറച്ചു പേരെന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അവരുടെ ഒരു അമ്മയ്ക്ക് അവരുടെ മകൻ ആത്മഹത്യ ചെയ്തതാണ്. അതിൻ്റെ ദുഃഖം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. ഇനി ഞാൻ അവിടുന്ന് പുറത്തു വന്നു, മറ്റു കാര്യം കൂടെ കേൾക്കുക. ആ സോൾ റീഡർ എടുത്ത് ഞാൻ എത്ര രൂപയാണെന്ന് ചോദിച്ചതിനേക്കാൾ 1 രൂപ പോലും ആ മനുഷ്യൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല, 1 രൂപ പോലും. അപ്പം അയാൾ പൈസയ്ക്ക് വേണ്ടിയല്ല എന്നോട് ചെയ്തത്, ഒരു സ്നേഹം കൊണ്ടാണ്. ഞാൻ എത്ര നിർബന്ധിച്ചു, ഞാൻ പരമാവധി നിർബന്ധിച്ചിട്ടും വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ അവിടുന്ന് താഴെ പോയി കുറേ സ്വീറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ അടുത്ത ദിവസം എനിക്ക് ടിക്കറ്റും ഇല്ല. പിന്നെ ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ വന്ന പാടെ എനിക്ക് ദൈവത്തിനും അറിയാം. എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ കാൽപ്പട്ടി തുറക്കുകയാണ്. കാൽപ്പട്ടി തുറന്നപ്പോൾ അതിനകത്ത് കാസറ്റ് കൊണ്ട് അത് പ്ലേ ചെയ്തപ്പോൾ അമ്മാമ്മ പാടിയ ഒരു പാട്ടാണ്. അമ്മാമ്മ നല്ലതുപോലെ പാടും. അപ്പൊ ഇതെൻ്റെ അനുഭവമാണ്. ഒരു അണ്ണാച്ചിക്ക് എൻ്റെ അമ്മാമ്മയെ അറിയില്ല, ഒന്നും അറിയില്ല. അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് ദൂരെ തിരുവണ്ണാമലയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എങ്ങനെ അറിയാം ഇതിനകത്ത് കാസറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ അമ്മാമ്മയുടെ ശബ്ദമാണ്? ഇവിടെ വേറെ സൈക്കോളജിക്കലി ഒന്നുമില്ല. ഈ അവിടെ നടന്ന അത്രയും സൈക്കോളജിക്കലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിങ്ങനെ നമ്മുടെ അമ്മാമ്മ വരും എന്ന് പ്രതീക്ഷിച്ചു പോയത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ സൈക്കോളജിക്കലി വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കാസറ്റിൻ്റെ കാര്യമോ അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതമാണ്. ആ നിമിഷം എനിക്ക് മരണഭയം എന്നത് പൂർണ്ണമായും ഇല്ലാതായി. കാരണം എൻ്റെ അമ്മാമ്മ മരിച്ച ദിവസം ഞാൻ കരഞ്ഞതാണ്, അമ്മാമ്മയുടെ ബോഡി ദഹിപ്പിക്കുന്നത് കണ്ടതാണ്. ആ അമ്മാമ്മയുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ ആര് മരിച്ചാലും ഞാൻ കരയാറില്ല. കരയുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തൊരു മണ്ടത്തരമാണ്. മരിച്ചവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് കാണുമ്പോഴും ഞാൻ പറയും എന്തൊരു മണ്ടത്തരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ, അവർക്ക് നമ്മളെ കാണാം. വേണമെങ്കിൽ അവർക്ക് സമ്മതിക്കാം. എങ്ങനെ ഇങ്ങനെ മോക്ഷം കിട്ടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്നവരല്ലാതെ പോവുകയാണ് ചെയ്തത്. ഇത് എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. ഞാനിത് നിങ്ങളുമായി പങ്കുവെച്ചതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ, നിങ്ങളിത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുക. ഇത് കേട്ടിട്ട് മക്കൾ മരിച്ചുപോയ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ, ഭാര്യ മരിച്ചുപോയ, നിങ്ങളുടെ കാമുകൻ മരിച്ചുപോയ, അങ്ങനെ ആരെങ്കിലും ഉണ്ട്, അത് ഓർത്ത് വിഷമിക്കുന്നു എങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും ആശ്വാസമാകുമെങ്കിൽ എൻ്റെ ഈ വീഡിയോ കൊണ്ട് പ്രയോജനമായി. ഞാൻ ധന്യനായി. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ഹ്രം രാസേശ്വരി രാധികായേ സ്വാഹ.